ജയരാജേട്ടാ, ഞങ്ങൾ ശരിക്കും മലയാളികൾക്ക് നമ്മൾ എല്ലാവർക്കും തൃശ്ശൂർ പൂരം ഒരു അഭിമാനം തന്നെയാണ് അല്ലെ? അതേപോലെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോ ശരിക്കും ജയരാജേട്ടനൊക്കെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ആണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക. ആനയൊക്കെ പറയണ അതൊരു അഭിമാനല്ലേ? അഭിമാനം എന്ന് വെച്ചാൽ ഒരു പ്രൗഡ് മൂവ്മെന്റ് ശരിക്കും. അതായത് ഈ തെക്കേ ഗോപുരമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അതായത് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരം. അവിടെ നിന്നാണ് ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഒരു ആന വന്നിങ്ങനെ ഗോപുരം തുറന്നു വരുമ്പോഴാണ് അതൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര മൊമെന്റാ. അപ്പൊ അവിടെ നമ്മൾ ആ നാട്ടുകാരനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷം. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ കാണുന്നതും പൂരത്തിനാണ്. സത്യം. അതാ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജയരാജേട്ടനാണ് അവിടുത്തെ കാർന്നോരാക്കി ഞങ്ങൾ. ആയിക്കോട്ടെ. അപ്പൊ എന്താ വെച്ചാൽ അതിരാവിലെ എണീറ്റ് 7 മണിക്കാണ് ഈ കണിമംഗലം. എന്റെ വീട് കണിമംഗലത്താണ്. കണിമംഗലം എന്ന് കേട്ടിട്ടുണ്ടല്ലോ? ഒരു സിനിമയിലുണ്ട്. കണിമംഗലം ജഗന്നാഥൻ, 6-ാം തമ്പുരാൻ. ഓ, നമ്മുടെ ആളുടെ സിനിമ. അപ്പൊ ഈ കണിമംഗലത്തിൽ നിന്നാണ് ആദ്യത്തെ പൂരം വരിക. ഈ പൂരം ആണ് ഇതിന്റെ ഒരു സമാരംഭം കുറിക്കുന്നത്. അതായത് അവിടെ നിന്ന് അങ്ങോട്ടൊരു 30 മണിക്കൂറോളം തുടർച്ചയായിട്ട് പൂരാണ്. അപ്പൊ ഈ പൂരം ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മൈക്കും ക്യാമറയും. എത്ര കൊല്ലം മുന്നേ? അയ്യോ, ഞാനിത് ഫ്രം ദി ഒരു 2002 ഓൺവേർഡ്സ് ഞാൻ ഈ ചാനലിൽ മോർ ദാൻ. അപ്പൊ ഞാനിതിങ്ങനെ ആങ്കർ ചെയ്യാൻ നിൽക്കുമ്പോ തന്നെ തൃശ്ശൂർക്കാരെ എന്നെ നോക്കിയിട്ട് ദേവന്നു ജയരാജേട്ടൻ ഇപ്പൊ തുടങ്ങും പരിപാടി എന്ന് പറഞ്ഞിട്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകളുടെ വലിയൊരു അംഗീകാരം കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ അതൊരു അഭിമാനമാണ്, പ്രൗഡ് മൊമെന്റ് ആണ്. അതൊരു നമ്മളും ഒരു ചെറിയ ഒരു ആനക്കൊമ്പനായിട്ട് അവിടെ അല്ലേ ഞങ്ങളുടെ ഇത്രയും ഞങ്ങൾ ഇങ്ങ് നാട്ടിൽ കിടക്കുന്ന നാട്ടുകാരുടെ ഒക്കെ ഒരു അഭിമാനമായിട്ട് ജയരാജേട്ടൻ അവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് അഭിമാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വർഷം പൂരത്തിന് ഞങ്ങള് ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും വരും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ TV കൂടെ കണ്ടിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞങ്ങള് പൂരം ഫുൾ കാണിക്കും. തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും വരാം. അത് ആ ജനക്കൂട്ടത്തിൽ ഇങ്ങനെ അലിഞ്ഞ് കാണണം. എക്സ്പീരിയൻസ് എന്താണ്? ഞാനൊരു 4 വയസ്സ് മുതൽ പൂരം കാണുന്ന ആളാ. ഞാൻ ആകെ കൂടി ഒരു പ്രാവശ്യം മിസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ മിസ് ചെയ്യാൻ മീൻസ് പകല് മിസ് ചെയ്തു, പക്ഷെ രാത്രി ഒന്ന് വെടിക്കെട്ട് കണ്ടു. ചെറുപ്പത്തില് എനിക്ക് വെടിക്കെട്ടായിരുന്നു ഏറ്റവും ഇഷ്ടം. പേടി അങ്ങനെയൊന്നുമില്ല. കമ്പക്കെട്ടല്ലേ, കമ്പം എന്ന് പറയും അങ്ങോട്ട്. കമ്പം വെടിക്കെട്ട്. ആ പേടിയൊന്നും ഇല്ല എനിക്ക് ചെറുപ്പത്തില്, ശീലമായതുകൊണ്ടായിരിക്കും. അതായിരുന്നു. അതും കളർഫുൾ ആണ്, ഭയങ്കര കളർഫുൾ ആണ്. സാധാരണ ബാക്കിയുള്ള പൂരങ്ങളെ അപേക്ഷിച്ച് മോർ കളർഫുൾ വെടിക്കെട്ടാണ്. അപ്പൊ അതായിരുന്നു ആദ്യം. ഓരോ വർഷവും ഓരോ തരം ഒരു വെറൈറ്റി ഉണ്ടല്ലേ വെടിക്കെട്ടിന്. തീമൊക്കെ ഉണ്ടാവും. ഈ അമിട്ട് വിരിഞ്ഞിട്ട് ആ ലൈറ്റില് ആളുകളുടെ മുഖം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ അമിട്ടിന്റെ ലൈറ്റില് ആളുകളുടെ പല കളേഴ്സ് വരും. വിഷ്വൽ ചെയ്ത് കേട്ടോ. അല്ല, വിഷ്വൽ അല്ലേ നമ്മളെല്ലാം കൺസീവ് ചെയ്യുന്നു വിഷ്വൽ.